ശമൂവേലിന്റെ 1-ാം പുസ്തകം 14-ാം അധ്യായം. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാല്യക്കാരനോട്, വരുക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. ശൗൽ ഗിബെയയുടെ അതിരിൽ മിഗ്രോനിലെ മാതൃനാരകത്തിന് കീഴിലിരിക്കുകയായിരുന്നു. അവനോടുകൂടെ ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേര്. ഷീലോവിലെ യഹോവയുടെ പുരോഹിതനായ ഏലിയുടെ മകനായ ഫീനെഹാസിന്റെ മകനായ ഈഖബോദിന്റെ സഹോദരനായ അഹീതൂബിന്റെ മകൻ അഹിയാവ് ആയിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനം അറിഞ്ഞില്ല. യോനാഥാൻ ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുന്തൂക്കമായി ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിന് ബോസേസ് എന്നും മറ്റേതിന് സേന എന്നും പേര്. ഒന്ന് വടക്കുവശം മിക്മാസിന് മുഖമായും മറ്റേത് തെക്കുവശം ഗിബെയ്ക്ക് മുഖമായും തൂക്കെ നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹനായ ബാലിക്കാരനോട്, വരുക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിക്കുവാൻ യഹോവയ്ക്കു പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെയൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽക്കുവിൻ എന്നവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറി പോകാതെ നിന്നിടത്ത് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കയറി വരുവിൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറി ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളം ആയിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ, എബ്രായർ ഒളിച്ചിരുന്ന പുത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവിൻ, ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട്, എന്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ചു കയറി. അവർ യോനാഥാന്റെ മുമ്പിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കുന്നും കൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിന്റെ പകുതി നീളത്തിനകരം 20 പേര് വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി, വലിയൊരു നടുക്കമുണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബെയയിൽ നിന്ന് ശൗലിന്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട്, എണ്ണി നോക്കി നമ്മിൽ നിന്ന് പോയവർ ആരെന്നറിയുവെന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ അഹിയാവിനോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം ആ കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഉണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്കുക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടയ്ക്കു ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുമ്പേ ഫെലിസ്ത്യരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിയരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിയർ ഒക്കെയും ഫെലിസ്ത്യർ തോറ്റോടി എന്ന് കേട്ടയുടനെ അവരും പടയിൽ ചേർന്നു അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത്ത് ആവേൻ വരെ പരന്നു. സന്ധ്യയ്ക്ക് മുമ്പും ഞാൻ എൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളവും ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ശൗൽ പറഞ്ഞു. ജനത്തെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേല്യർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തിനും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്തെത്തി. അവിടെ നിലത്ത് തേനുണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റു വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ട് ആരും തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തന്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻകട്ടയിൽ കുത്തി അതെടുത്ത് തന്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ് നിന്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എൻ്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി. ഞാൻ ഈ തേൻ ഒരല്പം ആസ്വദിക്കൊണ്ട് എൻ്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇന്ന് വേണ്ടും പോലെ ഭക്ഷിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്ത്യരുടെ അപജയം
അത്ര വലുതാകുകയില്ലയോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫിലിസ്തരെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നുപോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്ന് ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ചു നിലത്തുവെച്ച് അറുത്തു രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു. ഒരു വലിയ കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിന്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തൻ താന്താന്റെ കാളയെയും ആടിനെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്തു തിന്നുകൊള്ളുവിൻ. രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറയുവിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്ന് അവിടെ വെച്ച് അറുത്തു. ശൗല് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫിലിസ്തരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തു കൊള്ളുക എന്നവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്തു ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫിലിസ്തരെ പിന്തുടരണമോ, നീ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അന്ന് അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ, ജനത്തിന്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്തു വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏതു കാര്യത്തിലെന്ന് അന്വേഷിച്ചറിയുവിൻ. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണേ, അതെന്റെ മകൻ യോനാഥാനിൽ തന്നെയായിരുന്നാലും അവൻ മരിക്കണം നിശ്ചയം എന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറയുവാൻ സർവ്വജനത്തിലും ഒരുത്തിനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുവിൻ, ഞാനും എൻ്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രായേലിലെ ദൈവമായ യഹോവയോട്, നേര് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിനും യോനാഥാനും ചീട്ട് വീണു. ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എൻ്റെ മകനായ യോനാഥാനും ചീട്ടിടുവിൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാഥാന് വീണു. ശൗൽ യോനാഥാനോട്, നീ എന്തു ചെയ്തു? എന്നോട് പറയുക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എൻ്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേയുള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ, യോനാഥാനെ, നീ മരിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവന്റെ തലയിലെ ഒരു രോമം നിലത്തു വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോടുകൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫിലിസ്തരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫിലിസ്തരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രായേലിൽ രാജത്വമേറ്റ ശേഷം മോവാബ്യർ, അമ്മൂന്യർ, ഏദോമ്യർ, സോബാ രാജാക്കന്മാർ, ഫെലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ചു, അമാലേക്കരെ ജയിച്ചു, ഇസ്രായേലിലെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിന്റെ പുത്രന്മാർ യോനാഥാൻ, യിശ്വി, മൽക്കീഷുവ എന്നിവർ ആയിരുന്നു. അവന്റെ 2 പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരബെന്നും ഇളയവൾക്ക് മീഖാൾ എന്നും പേരായിരുന്നു. ശൗലിന്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്നു പേരായിരുന്നു. അവൾ അഹീമാസിന്റെ മകൾ. അവന്റെ സേനാധിപതിക്ക് അബ്നേർ എന്നു പേർ. അവൻ ശൗലിന്റെ ഇളയപ്പനായ നേരിന്റെ മകനായിരുന്നു. ശൗലിന്റെ അപ്പനായ കീഷും അബ്നേരിന്റെ അപ്പനായ നേരും അബിയേലിന്റെ മക്കളായിരുന്നു. ശൗലിന്റെ കാലത്തൊക്കെയും ഫെലിസ്തരോട് കഠിന യുദ്ധം ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം. എന്നാൽ കഷ്ടതയിലിരുന്ന് ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡപത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവന്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവന്റെ വടിയും മിദ്യാന്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിന്റെ ചെരിപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും.
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നു പേര് വിളിക്കപ്പെടും. അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. കർത്താവ് യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേലിന്മേൽ വീണും ഇരിക്കുന്നു. ഇഷ്ടികകൾ വീണുപോയെങ്കിലും ഞങ്ങൾ വെട്ടുകല്ലുകൊണ്ട് പണിയും. കാട്ടത്തികളെ വെട്ടിക്കളഞ്ഞു എങ്കിലും ഞങ്ങൾ അവയ്ക്കു പകരം ദേവദാരുക്കളെ നട്ടുകൊള്ളും എന്നിങ്ങനെ ഡംഭത്തോടും ഹൃദയഗർവത്തോടും കൂടെ പറയുന്ന എഫ്രൈമും ശമരി നിവാസികളുമായ ജനമൊക്കെയും അതറിയും. അതുകൊണ്ട് യഹോവ രസീന്റെ വൈരികളെ അവന്റെ നേരെ ഉയർത്തി അവന്റെ ശത്രുക്കളെ ഇളക്കി വിട്ടിരിക്കുന്നു. അരാമ്യർ കിഴക്കും ഫെലിസ്ത്യർ പടിഞ്ഞാറും തന്നെ. അവർ ഇസ്രായേലിനെ വായി പിളർന്ന് വിഴുങ്ങിക്കളയും. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീണ്ടിരിക്കും. എന്നിട്ടും ജനം തങ്ങളെ അടിക്കുന്നവനിലേക്ക് തിരിയുന്നില്ല, സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കുന്നതുമില്ല. അതുകൊണ്ട് യഹോവ ഇസ്രായേലിൽ നിന്ന് തലയും വാലും പനമ്പട്ടയും പോട്ടപ്പുല്ലും ഒരു ദിവസത്തിൽ തന്നെ ഛേദിച്ചു കളയും. മൂപ്പനും മാന്യപുരുഷനും തന്നെ തല, അസത്യം ഉപദേശിക്കുന്ന പ്രവാചകൻ തന്നെ വാൽ. ഈ ജനത്തെ നടത്തുന്നവർ അവരെ തെറ്റിച്ചു കളയുന്നു, അവരാൽ നടത്തപ്പെടുന്നവർ നശിച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് അവരുടെ യൗവനക്കാരിൽ സന്തോഷിക്കുകയില്ല. അവരുടെ അനാഥന്മാരോടും വിധവമാരോടും അവന് കരുണ തോന്നുകയില്ല. എല്ലാവരും വഷളന്മാരും ദുഷ്കർമ്മികളുമാകുന്നു. എല്ലാ വായും ഭോഷത്വം സംസാരിക്കുന്നു. ഇത് എല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ദുഷ്ടത തീ പോലെ ജ്വലിക്കുന്നു, അത് പറക്കാരെയും മുള്ളും ദഹിപ്പിക്കുന്നു. വനത്തിലെ പള്ളക്കാടുകളിൽ കത്തുന്നു, പുകത്തൂണുകളായി ഉരുണ്ടുപൊങ്ങും. സൈന്യങ്ങളുടെ യഹോവയുടെ കോപം നിമിത്തം ദേശം ദഹിച്ച് പോയിരിക്കുന്നു, ജനവും തീക്കീരയായിരിക്കുന്നു. ഒരുത്തനും തന്റെ സഹോദരനെ ആദരിക്കുന്നില്ല. ഒരുത്തൻ വലത്തുഭാഗം കടിച്ചു പറിച്ചിട്ടും വിശന്നിരിക്കും, ഇടത്തുഭാഗവും തിന്നും, തൃപ്തി വരുകയില്ല. ഓരോരുത്തൻ താന്താന്റെ ഭുജത്തിന്റെ മാംസം തിന്നുകളയുന്നു. മനശ്ശെ എഫ്രൈമിനെയും എഫ്രൈം മനശ്ശെയും തന്നെ. അവർ ഇരുവരും യഹൂദയ്ക്ക് വിരോധമായിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. ക്രിസ്തുവിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സരവുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവിൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്ദ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും
ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിക്കുവിൻ, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്കും മനം തടുപ്പിക്കേണ്ടതിന് തിമോഥിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാമെന്ന് കർത്താവായ യേശുവിൽ ഞാൻ ആശിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല, സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു. അവനോ മകൻ അപ്പന് ചെയ്യുന്നതുപോലെ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവൻ്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാകും എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ അവനെ അയക്കുവാൻ ആശിക്കുന്നു. ഞാനും വേഗം വരും എന്ന് കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്നെനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ചു മരിക്കാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കുവാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ടു സന്തോഷിക്കുവാനും എനിക്ക് ദുഃഖം കുറയുവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. എങ്ങനെയുള്ളവരെ ബഹുമാനിക്കുവിൻ. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്.